ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ഒടുവിൽ ജാമ്യം. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് 16 ദിവസത്തിന് ശേഷം ജാമ്യം അനുവദിച്ചത്. അഞ്ജു ജയപ്രകാശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജു, ജയിലിൽ നിരാഹാരം കിടന്നു, പിന്നീട് നിരാഹാരം അവസാനിപ്പിച്ചു, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ രാഹുൽ ഈശ്വറിന് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതെ രജിഷ്, 16 ദിവസത്തിന് ശേഷമാണ് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് ഒടുവിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജാമ്യത്തിനായി മുൻപും പലതവണ ശ്രമിച്ചിട്ട് കോടതി ജാമ്യം നൽകിയിട്ടുണ്ടായിരുന്നില്ല. പലതവണ പോലീസുമായിട്ട് സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘത്തിന് കോടതിയിൽ അറിയിക്കേണ്ട സാഹചര്യം വന്നു. ആദ്യം നിരാഹാരം കിടന്ന് വലിയ തരത്തിൽ കേസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെളിവുകളായിട്ടുണ്ടായിരുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോൺ ഇവയൊന്നും അന്വേഷണ സംഘത്തിന് നൽകാതെയും കുറെ അത്തരത്തിലും പ്രതിരോധം തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതിനൊക്കെ വഴങ്ങുകയാണ് ചെയ്തത്. കോടതിയിൽ താൻ ഇനി ഇത്തരത്തിലുള്ള തെറ്റ് ആവർത്തിക്കില്ലെന്നും എല്ലാം അതിജീവിതയ്ക്കെതിരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാം ഡിലീറ്റ് ചെയ്യും എന്നടക്കം രാഹുലിന്റെ അഭിഭാഷകന് കോടതിയിൽ പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസിന് കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം ഉൾപ്പെടെ പോലീസ് നടത്തി ഈ ലാപ്ടോപ്പിന്റെ പാസ്വേഡ് ഉൾപ്പെടെ നൽകിയതിനു ശേഷം വിശദമായ തെളിവെടുപ്പിന് ശേഷമാണ് പിന്നീട് കോടതിയിലേക്ക് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. അതിലാണ് ജില്ലാ കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. വലിയ നാടകീയ സംഭവങ്ങളൊക്കെയാണ് അധിക ദിവസങ്ങളിലും ഈ വൈദ്യപരിശോധനയ്ക്ക് ഉൾപ്പെടെ ഹാജരാക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമായിരുന്നു. പട്ടിണി കിടക്കുകയാണ് താൻ, വലിയ തരത്തിൽ നിരാഹാരം അവസാനിപ്പിച്ചത് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ്, അല്ലാതെ തനിക്ക് തോന്നിയിട്ടല്ല എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒടുവിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന് ജാമ്യം കോടതിയിൽ ഇത്തരം പരാമർശങ്ങൾ ഇനി ഉണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോഴും പുറത്തു വരുമ്പോഴൊക്കെ രാഹുൽ ഈശ്വറിന്റെ സമീപനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ജാമ്യം അനുവദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ? നിലവിലിപ്പോൾ പ്രാഥമികമായിട്ട് ലഭിച്ചിട്ടുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത് എന്തൊക്കെ നിബന്ധനകൾ വച്ചിട്ടാണ് എന്നതിനെ കുറിച്ച് ഇപ്പോൾ ലഭ്യമല്ല. എന്തായാലും കോടതി നേരത്തെ തന്നെ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. രാഹുലിന്റെ അഭിഭാഷകൻ തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ തെറ്റ് ആവർത്തിക്കത്തില്ല, ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളൊക്കെ പിൻവലിക്കും എന്ന് കോടതിയിൽ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നിരാഹാരം കളിച്ച് പോലീസിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റു തടവുകാർക്ക് പകർത്താൻ പറ്റുന്ന രീതി അല്ല, അത്തരത്തിൽ കാര്യങ്ങൾ പോവാൻ സാധിക്കില്ല. അതിനാൽ തന്നെ മുൻപും പലതവണ ജാമ്യം നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് രാഹുൽ ഈശ്വറിന് ജാമ്യം ഒടുവിൽ ലഭിച്ചിരിക്കുകയാണ്. ഇന്നാണ് കോടതി ജാമ്യം 16 ദിവസത്തിന് ശേഷം രാഹുൽ ഈശ്വറിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയായിരുന്നു അഞ്ജു ജയപ്രകാശ്.